ഹലോ, ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മളിന്ന് കസിൻസ് എല്ലാവരും കൂടെ കോഴിക്കോട് കരിയാത്തുംപാറയ്ക്ക് ട്രിപ്പ് പോവുകയാണ്. കസിൻസിന്റെ കൂടെയുള്ള ട്രിപ്പ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ. പക്ഷെ അത് എത്ര പ്ലാൻ ചെയ്താലും നടക്കാറില്ല. അങ്ങനെ അവസാനമായിട്ട് നടന്നൊരു ട്രിപ്പാണിത്. രാവിലെ 6 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാന്. പക്ഷെ ഉറപ്പാണല്ലോ ലേറ്റ് ആവുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 ആയിരുന്നു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോണത്. ഞങ്ങൾ ഗേൾസ് ഒരു കാറിലും ബോയ്സ് ഒരു കാറിലും ആയിട്ടാണ് പോകുന്നത്. ഒരു കാറിൽ പോവാനായിരുന്നു താല്പര്യം, പക്ഷെ അതൊന്നും സെറ്റായില്ല. പിന്നെ ഞങ്ങൾ തറവാട്ടിങ്ങിൽ പോയി അവിടെയുള്ള കസിൻസിനെ പിക്ക് ചെയ്തു. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് ബോയ്സ് വേറെ കാറിലും ഗേൾസ് വേറെ കാറിലും ആയിട്ട് ചേഞ്ച് ചെയ്തു. 2 കാറിൽ പോണോണ്ട് യാത്ര നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും ലേറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. കാരണം ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ പൊരിച്ച പത്തിരിയും ചായയും ഓർഡർ ചെയ്തു. അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ വാഷ്റൂമിലോട്ട് പിന്നെ വീണ്ടും യാത്രയിലായി. ഇപ്പൊ നമ്മള് കരിയാത്തുംപാറ സ്പോട്ടിൽ. പിന്നെ ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ്. റീലിൽ കാണുന്ന പോലെ അത്രയും അടിപൊളിയല്ലായിരുന്നു. റീൽ വേറെ റിയാലിറ്റി വേറെ ആയിരുന്നു, എന്നാലും രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. വീണ്ടും നടക്കാൻ ഒരുങ്ങി. കുറേ നടക്കാനുണ്ട്. ഒരു 2 കിലോമീറ്ററോളം ഇവിടെ ചുറ്റിക്കറങ്ങി കുറെ കാണാനുണ്ട്. പക്ഷെ ഇവരെ കൂടെ ആകുമ്പോൾ നല്ല രസമായിരുന്നു നടക്കാനൊക്കെ. ഇനി ഈ മരത്തിൽ കയറാനുള്ള പ്ലാനാണ് എല്ലാവർക്കും. കയറാനും ഇറങ്ങാനൊക്കെ നല്ല ഇടങ്ങേറായിരുന്നു. എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനും കയറിന്റെ തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിലായിട്ട് നമ്മള് ഫേവറേറ്റ് ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതും വാങ്ങി വീണ്ടും യാത്രയിലേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളെ നെക്സ്റ്റ് സ്പോട്ട്, തോണിക്കടവ്. ഓൾറെഡി നമ്മൾ നേരത്തെ കരിയാത്തുംപാറ കാണാൻ ടിക്കറ്റ് എടുത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് പാസ് കാണിക്കാം. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു പാർക്കാണ്. കുട്ടികൾക്കായുള്ള ഊഞ്ഞാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഞങ്ങളും കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങള് മുകളിലോട്ടെത്തി. ഇതാണ് ഇവിടുത്തെ കാഴ്ച. പക്ഷെ ഇതൊന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഇതാണ് നെക്സ്റ്റ് സ്പോട്ട്. പോണതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി, കാരണം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കക്കയം ഡാമുക്ക് എന്ന് പറഞ്ഞ് വന്നാണ്. പക്ഷെ കക്കയം ഡാമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ കക്കയം ഉരക്കുയി വെള്ളച്ചാട്ടത്തേക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. 2 കിലോമീറ്റർ റോഡിലൂടെ നടന്നിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പോയതിലൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഈ സ്ഥലമായിരുന്നു. നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ശരിക്കും ഈ പാറയിലൂടെ നടന്നിട്ടല്ല ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, അത് 2018 പ്രളയം കാരണം പൊളിഞ്ഞതാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ രാത്രി ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്ക് പോണ പ്ലാന് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പൊ പിടിച്ചുണ്ടായ പ്ലാൻ ആയിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ബീച്ചിലേക്ക് വരുന്നത്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ പിടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് ഒരു 12:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഫുൾ ടയർഡായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണേ. ബൈ ബൈ.